ഈ സദസ്സിനോട് ആദ്യമായി എനിക്കൊന്ന് പറയാനുള്ളത്, ആളുകളെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ആവേശഭരിതരാവരുത്. നമ്മള് അതൊരു വകതിരിവിന്റെ ഒരു സ്വഭാവമായിട്ട് മാറുന്നു എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു വകതിരിവും നമുക്കില്ല. വഅ്തസിമു ബിഹബിലില്ലാഹി ജമിയ, അല്ലാഹു തആല പറഞ്ഞ നേരത്തെ ഓതിയ ആയത്ത്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് എന്ന് അള്ളാഹു കൽപ്പിക്കുന്നു. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട ക്രമം നിങ്ങൾ സൂക്ഷിക്കണം. അതിന്റെ ശേഷം പറയുന്നത് വഅ്തസിമു ബിഹബിലില്ലാഹി ജമിയാന, നിങ്ങൾ അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കണം, വിവേചനം ഉണ്ടാക്കരുത്, ഭിന്നിപ്പുണ്ടാക്കരുത് എന്ന് ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടെല്ലാം വളരെ അച്ചടക്കത്തോടുകൂടെ ഇവിടെ എല്ലാവരും സംസാരിക്കാനുണ്ട്. ഒരു ഭിന്നിപ്പും ഇവിടെ ഇല്ല, ഒരു വിവേചനവുമില്ല. ആ നിലക്കുള്ള ഒരു സംഗമത്തിനാണ് സമസ്ത ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത്. സമസ്ത നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന അതാണ്. സമസ്തയുടെ ഉലമാക്കളുടെ പാരമ്പര്യം അതാണ്. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇപ്പൊ സയ്യിദുൽ ഉലമയുടെ ഒരു ജാഥ നടന്നു. എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് കൂട്ടി, രാഷ്ട്രീയ മേഖലയിലുള്ള ഇടത്തും വലത്തുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി, എല്ലാവരും ഒരുമിച്ച് തങ്ങളുടെ യാത്രയെ വരവേറ്റും. മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ നമ്മൾ സമ്മേളനങ്ങളും കൂട്ടായ്മകളും ഒക്കെ സംഘടിപ്പിക്കുകയൊക്കെ അവിടെ നമ്മൾ വിവേചനവും കാണിക്കാതെ ഇന്ത്യ രാജ്യത്തിന്റെ പൗത്ര പരിശുദ്ധത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മതവിവേചനമില്ലാതെ, രാഷ്ട്രീയ വിവേചനമില്ലാതെ, നിറവ്യത്യാസമില്ലാതെ, ഭാഷവ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത. ആ നിലയ്ക്ക് തന്നെ നമ്മൾ എന്താക്കണം, ശ്രദ്ധിച്ചുകൊണ്ട് പോകണം എന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായി എല്ലാവരോടും പറയാനുള്ളത്, ഈ ആവശ്യമില്ലാതെ വെറുതെ തക്ബീറുകളൊക്കെ ചൊല്ലി അങ്ങനെ ഒരു പ്രവൃത്തിയൊന്നും ആരെ ഭാഗത്തുനിന്നും അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പതിവ് വേണ്ട. അതാരും അങ്ങനത്തെ ഒരു ഇതിലേക്ക് മുതിരും വേണ്ട. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ലാ തുഫദ്ദിലൂനി അലാ യൂശഅ ഇബ്നു മത്ത എന്ന് പറഞ്ഞു. യൂശഅ ഇബ്നു മത്തനേക്കാൾ, അതായത് യൂശഅ നബിയേക്കാൾ നിങ്ങളാരും ബഹുമാനിക്കുകയോ ആദരിക്കുകയോ പൊന്തിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യൂശഅ നബിയേക്കാൾ പ്രാധാന്യമില്ല എന്നോ, അല്ലെങ്കിൽ റസൂൽ അഷ്റഫുൽ ഖൽഖാണ്, അഷ്റഫുൽ അംബിയ ഒക്കെയാണ്, അത് നമുക്കറിയാലോ. പിന്നെ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരാളെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാവുകയോ അവരെ ചെറുതാക്കുകയോ ചെയ്യുന്ന രൂപത്തിലുണ്ടാവാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാ സ്ഥലത്തുനിന്നും വളരെ കർശനമായി പറയുന്നതാണ്, നിങ്ങളെ ഇങ്ങനെ തക്ബീറൊക്കെ ചൊല്ലിക്കൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ആവേശമൊന്നും ആരും ഉണ്ടാക്കണ്ട, അതിൻ്റെ ഒരു ആവശ്യമില്ല. എനിക്ക് നിങ്ങൾ തക്ബീർ ചൊല്ലിയാലും ചൊല്ലിയില്ലെങ്കിലും രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം, തക്ബീർ ചൊല്ലിയതുകൊണ്ട് ഞാൻ വലുതാവാനും പോണില്ല, തക്ബീർ ചെല്ലാതിരുന്നതുകൊണ്ട് ഞാൻ ചെറുതാകാനും പോണില്ല. അപ്പോൾ അതുകൊണ്ട് അത് ആ നിലക്ക് മതി എന്നുള്ളതാണ് എല്ലാവരോടും ആദ്യമായി ഉണർത്താറുള്ളത്.